ഇപ്പൊ നമ്മളെ ലാലേട്ടന്റെ തന്നെ പടത്തിൽ ഒരുപാട് പാട്ടുകൾ നമ്മുടെ കുട്ടികളുടെ പാടി. സാറ് വന്നിട്ടും കുറച്ച് പാട്ടുകൾ പാടി. അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ സാറ് കൊടുക്കുന്ന എക്സ്പ്രഷൻസിനെ കുറിച്ചൊക്കെ ഷാനിക്ക ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടനും സാറും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനെ കുറിച്ച് അറിയണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, യെസ്, ഫ്രണ്ട്ഷിപ്പ് എപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്? അല്ലെങ്കിൽ സാർ ഇപ്പോൾ ഒത്തിരി പാട്ടുകൾ പാടിയല്ലോ, ഏത് പാട്ട് പാടിയപ്പം കോള് വരുമല്ലോ, ആ പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ തന്നെ വിളിച്ച് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? അല്ല, ആദ്യമൊക്കെ മിക്കവാറും റെക്കോർഡിങ്ങിന് രണ്ട് അണ്ണാച്ചികൾ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ തന്നെ പറയും ഇതൊക്കെ. ഓക്കെ. മോഹൻലാൽ എന്ന് പറഞ്ഞ നമ്മളുടെ എല്ലാം ഇന്ത്യയുടെ അഭിമാനമായ ശ്രീ മോഹൻലാലിനെ ഞാൻ കാണുന്നത് കുട്ടിക്കാലത്ത് തൊട്ടാണ്. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. മോഹൻലാൽ, പ്രിയദർശൻ, അശോകൻ, ശേഖർ, പിന്നെ അങ്ങനെ കുറേ കൂട്ടത്തിൽ സുരേഷ്, മേനക സുരേഷ്. അപ്പോൾ സുരേഷാണ് ഈ പ്രൊഡ്യൂസർ. പക്ഷെ കയ്യിൽ സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയൊക്കെ ഉണ്ട്. എങ്കിലും ഒരു സിനിമ എടുക്കണോ വേണ്ടേ എന്നുള്ള വീട്ടുകാർ പ്രശ്നമായിരുന്നു. മോഹൻലാലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടാഗോർ സെൻറ്റനറി ഹാൾ ട്രിവാൻഡ്രത്ത്. അവിടെ റോസ് ഡേ എന്ന് പറഞ്ഞൊരു ഫങ്ഷനുണ്ട്. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. കംപ്ലീറ്റ് റോസസ് വെച്ചിട്ട് അവിടെ എന്നും പ്രോഗ്രാമും അതും ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ കോളേജസിൽ നിന്നും എല്ലാ സുന്ദരന്മാരൊക്കെ അവിടെ വരും. അപ്പം ഞാൻ ആർട്സ് കോളേജ്, പുള്ളി MG കോളേജ്, പിന്നെ ഒരുപാട് കോളേജ് ഉണ്ടല്ലോ. അവിടെ നിന്നൊക്കെ എല്ലാവരും, ആരവാനിസ് കോളേജ്, എല്ലാവരും വരും. അപ്പം ഞാൻ ആകെപ്പാടെ ഈ ഇരിക്കുന്ന പോലൊന്നുമല്ല, ഒരു ഇത്രയുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പിന്നൊരു സമയത്ത് ഞാൻ അതിനകത്തിട്ട് കാണിച്ചു തരാം. ഒരു കമ്പ്. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും നല്ല ഇതാണ്. അപ്പോൾ എനിക്കിത് എന്ത് വേണേ ആരെ വേണേ പറയാം. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് വലിഞ്ഞാൽ മതി, അവർ കയറി ഫോർവേഡ് ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഷ്ടകാലത്തിന് MG കോളേജിൽ നിന്ന് വന്ന ഒരു പെണ്ണിനെ കമൻ്റ് അടിച്ചു. ഞാൻ വെറുതെ പറഞ്ഞു കൊള്ളാമല്ലോ എന്നൊക്കെ ചുമ്മാ. അല്ലാതെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ ആര് സാറോന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഞാൻ ബലാത്സംഗം ചെയ്ത പോലെ അങ്ങനല്ല. കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അന്നത്തെ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ റിങ് റിങ് ഒരടി അടിച്ചാൽ ആ പെണ്ണ് ഞാൻ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഹാപ്പി. പിന്നെ ആ ദിവസം രാത്രി മുഴുവൻ സ്വപ്നങ്ങളും. ഇപ്പൊ എന്താണ്? ഒന്നുമില്ല, പടപടാന്ന് തീരെയല്ലേ. കാരണം ഒരു മെസ്സേജ് അയക്കുന്നു, അവിടെ നിന്ന് അയക്കുന്നു, 2 ദിവസം സ്നേഹമാവുന്ന, 3-ാമത്തെ ദിവസം അടിച്ച് തേച്ച് പോണു. ഇത് അങ്ങനല്ല. ഞാൻ അറിയാതെ ലാലിന്റെ ആ കോളേജിലുള്ളവന് കൊള്ളാട്ടാ എന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു. ഇത് ആരോ ചെന്ന് മോഹൻലാൽ എന്ന റെസ്ലറാണ്, മറ്റേ MG കോളേജ്, ചെന്ന് പറഞ്ഞു കൊടുത്തു, ഇത് വേണ്ട ആ നരുന്ത് പോലിരിക്കുന്ന ചെറുക്കനാണ്. പിന്നെ അറിഞ്ഞൊന്നും കൂടെ ഇയാൾ പുറയുന്ന വന്ന് എന്നെ തൂക്കിയെടുത്തപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് പിടിച്ചിട്ട് ഭയങ്കര ഇതൊക്കെയായി. അടിച്ചില്ല. അങ്ങനെ ഒരു കോംപ്രമൈസിലാണ് ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പിന്നെ കണ്ടത് തിരനോട്ടം എന്ന സിനിമയുടെ ഇതിനാണ്. പിന്നെ സ്ഥിരമായിട്ട് കാണലായി. പിന്നെ എന്താണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ഒരു ദിവസം പോലും ഇല്ലാതായി. അങ്ങനെ ഓരോരുത്തരായിട്ട് പൊങ്ങി വന്നു. അതായത് സുരേഷ് കൂലി എന്നൊരു പടം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. പ്രിയൻ അന്ന് IV ശശിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കാഠ്മണ്ഡുവിൽ സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം, അതിന് എല്ലാവർക്കും സിനിമയോടുള്ള കമ്പമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മുഴുവൻ സിനിമയാണ്. ഞങ്ങൾക്ക് സിനിമയേ ഉള്ളൂ മനസ്സിൽ. അതിനിടയിൽ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയി MG സോമനെ വെച്ചിട്ട്, അഗ്നി നിലാവ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതിയ പ്രിയനാണ്. കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരെണ്ണമായിരുന്നു. അത് നടന്നില്ല. അങ്ങനെ മോഹങ്ങളുടെ കൂമ്പാരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പതുക്കെ ഇതുവരെ എത്തി. ഇപ്പോഴും മോഹമാണ്, ആഗ്രഹമാണ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്കിനി ഒരിക്കലും അത് വിട്ടു പോകാൻ പറ്റില്ല ആർക്കും. ഈ സിനിമയിൽ വന്ന ആർക്കും. പുതുതായിട്ട് കയറിയ ഒരാൾ അഭിനയിച്ച് കഴിഞ്ഞു അവൻ്റെ ജീവിതം. കാരണം പിന്നെ അവന് അടുത്ത സിനിമ കിട്ടണമെന്നുള്ളൊരാഗ്രഹമാണ്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ദ ട്രയോസ്, അതായത് പ്രിയദർശൻ, മോഹൻലാൽ, ഞങ്ങളിപ്പോഴും ഒരേ ബന്ധം കീപ്പ് ചെയ്യാണ്ട്. കാരണം ഒരിക്കലും ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ പിണക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 1 കോടി രൂപ ഞാൻ തരാം, പിണക്കാൻ പറ്റത്തില്ല, നടക്കില്ല മോനെ ദിനേശ. കാരണം ഞങ്ങളൊരു ശപഥം ചെയ്തിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും, ഇപ്പം ഓരോരുത്തരെന്ന് പറയല്ലേ MG ഇങ്ങനെ പറഞ്ഞു കേട്ടോ, മറ്റാണ് വർഷമൊക്കെ ഈ എല്ലായിടത്തും ഉള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രിയൻ
എന്നെ വിളിക്കും, എടേ നീ ഇങ്ങനെ പറഞ്ഞ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഇങ്ങനെ, ആര് പറഞ്ഞു, ഇന്നാര് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു വേദിയിൽ ഞങ്ങൾ 3 പേരും കൂടെ കാണും, ചർച്ച ചെയ്യും, അവിടെ പൊട്ടിക്കും. അവസാനം ആരാണ് കള്ളൻ എന്ന് മനസ്സിലാവും. അപ്പോൾ ആ പരിപാടി നടക്കില്ല. ഇപ്പോഴും സുഖമായിട്ട് പോണു. ഞാൻ ഇന്നലെയും ഷാൻ്റെ ബബ്ബ എന്നുള്ള പടത്തിൽ മോഹൻലാലിൻ്റെ പോർഷൻ ഞാൻ പറഞ്ഞു. ഗുഡ് ഗുഡ് ഗുഡ്.